ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ കറക്റ്റായി കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തോളം നോക്കിയിട്ടും ബേബീസ് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ ഒരുപാട് കൂടി, അങ്ങനത്തെ കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 മാസം വെയിറ്റ് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട്. നവജാത ശിശുക്കളുടെ പരിചരണത്തെക്കുറിച്ചും സ്ത്രീ രോഗങ്ങളെക്കുറിച്ചും പാലക്കാട് അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. കുഞ്ഞിന് സംസാരിക്കാനോ നമ്മളുടെ അടുത്തൊരു കാര്യം പറയാനോ അറിയില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും കുഞ്ഞ് കരയുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും കുഞ്ഞിന് ചൂടെടുത്താൽ, തണുപ്പെടുത്താൽ, ഇല്ലെങ്കിൽ കുഞ്ഞിനിപ്പോൾ എന്നെ എടുക്കണം എന്ന് തോന്നിയാൽ പോലും കുഞ്ഞ് കരയുക തന്നെയാണ് ചെയ്യുക. Whenever you are physically, emotionally, mentally, psychologically and financially stable ആവുമ്പോഴാണ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടത്. കാണാം മെഡിക്കൽ ബുള്ളറ്റിൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക്. പുനഃസംപ്രേഷണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-നും വ്യാഴാഴ്ച വൈകിട്ട് 6:30-നും കേരള വിഷൻ ന്യൂസ് ചാനലിൽ.